ഹലോ മൈ ബ്യൂട്ടിഫുൾ ഹൗസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇത് എവിടേക്കാണ് ഒരുങ്ങിക്കെട്ടി പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഉത്സവമാണ് ഗൈസ്. ഞങ്ങളുടെ തെന്നിലാവരും വേലയാണ്. അതുകൊണ്ട് വീട്ടിലെ എല്ലാ കസിൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് ഉത്സവമാണെങ്കിലും നമ്മൾ നടന്നു പോകുമ്പോഴാണല്ലോ ഒരു വൈബ്. പോകുന്ന വഴിക്ക് ഇതിങ്ങനെ ഓരോ വഴിക്കാരുടെ ബാൻഡ് സെറ്റും അങ്ങനെയുള്ള മേളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര വൈബ് ചെയ്യുകയാണ് ഗൈസ്. പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടത്. നല്ല ഭംഗിയുള്ളൊരു ക്ലൈമറ്റ് അല്ലേ. സൂര്യ അസ്തമിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വേലപ്പറമ്പിലെത്തിയിട്ടോ. ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു എനർജിയാണ്. കാരണം വേലാപൂരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പാലക്കാട്ടുകാർക്ക് അങ്ങനെയാണല്ലോ. ഇത്തവണ 5 ആനയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. എല്ലാ വർഷത്തെ പോലെ തന്നെ ആനപ്പന്തൽ ഒട്ടും മോശമില്ല. നല്ല ഹെവി വർക്ക് തന്നെയായിരുന്നു. ഭയങ്കര ഡിജിറ്റലായിട്ടുള്ള വർക്കൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. 5 ആനയും നിരന്ന് നിന്നിട്ട് കുടമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിടമ്പെടുത്തത് നമ്മുടെ പാമ്പാടി രാജനാണ്. അതുപോലെ തന്നെ പാറന്നൂർ നന്ദൻ ഉണ്ടായിരുന്നു, കിരൺ നാരായണൻകുട്ടി ഉണ്ടായിരുന്നു, തൃക്കടവൂർ ശിവരാജും ഉണ്ടായിരുന്നു, പാമ്പാടി സുന്ദരനും ഉണ്ടായിരുന്നു. അങ്ങനെ 5 ഗജവീരന്മാരും കൂടെ നിരന്ന് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ വേലപ്പറമ്പിലെ ഏറ്റവും വലിയ വികാരങ്ങളാണല്ലോ പൊരിയും അലുവയും. അവിടെ എത്താത്ത മുമ്പ് ആളിതേ അവന് വേണ്ട കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഏത് ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ ഈ ഒരു ചെണ്ടയാണ് അവൻ്റെ മെയിൻ. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ പഞ്ചവാദ്യം കൊട്ടുന്നതിനനുസരിച്ച് താളത്തിൽ ഇവിടെ ആൾ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ചെണ്ടയിൽ കൊട്ടുമ്പോൾ റിച്ച് ഇവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഫുള്ള് വൈബിലാണ്. അതെ, അവൻ്റെ ഷർട്ടൊക്കെ ഊരി അമ്മേൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ഈ ഡാൻസ് കളിക്കൽ മൊത്തം. ഷർട്ടും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ വേലപ്പറമ്പിലെത്തിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഐസ്ക്രീം കഴിക്കാതിരിക്കുക. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഗ്രീൻ ആപ്പിളിൻ്റെ ഓരോ ഐസ് വാങ്ങിച്ചു കേട്ടോ. എല്ലാവർക്കും ഈ ഒരു ഫ്ലേവറിനോടാണ് താല്പര്യം. അപ്പോൾ അതെല്ലാവരും വാങ്ങിച്ച് കഴിച്ചു. രാത്രി ആയപ്പോഴാണ് കേട്ടോ വേലപ്പന്തലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭംഗി. അപ്പോൾ അതൊക്കെ ഞങ്ങളവിടെ നിന്ന് കുറേ നേരം കണ്ടു. പിന്നെ ഒരു 7:45 ആവും പടക്കം പൊട്ടുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം പടക്കം പൊട്ടി ഗൈസ്.